Hi friends, welcome to Dining Partner Associates. ഇന്നലത്തെ കണ്ടിന്യൂവേഷൻ. അതായത് ഇപ്പം നമ്മളിപ്പോൾ പ്ലാസ്റ്ററിങ് വരെ എത്തി നിൽക്കുകയാണ്. പ്ലാസ്റ്ററിങ്ങിന് മുമ്പ് ചില അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യണം. അതായത് പ്ലംബിങ്, അതുപോലെ തന്നെ വയറിങ്, ഇലക്ട്രിക്കൽ വയറിങ്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെല്ലാം ഭിത്തി പൊടി ചെയ്യണ്ടോ അതെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തത് ഫിനിഷ് ചെയ്ത ശേഷം മാത്രമേ പ്ലാസ്റ്ററിങ്ങിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഇനി പ്ലാസ്റ്ററിങ് കഴിഞ്ഞാൽ അടുത്ത ഇതാണ് വരാൻ പോകുന്നത്. പ്രത്യേകം ഓർക്കുക, പ്ലാസ്റ്ററിങ് വരെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ എന്താ പറയുക കയ്യിൽ ഇഷ്ടംപോലെ ഫണ്ട് ഇപ്പോൾ ഉണ്ട്. ഇനിയാണ് ശരിക്കുള്ള ഇൻറ്റീരിയർ ഫിറ്റിങ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനിയാണ് നിങ്ങളുടെ ഫണ്ട് ഇറങ്ങാൻ പോകുന്നത്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് നിങ്ങൾ ഏറ്റവും കോഷ്യസ് ആയിട്ട് മുന്നോട്ട് പോകേണ്ടത്. ആദ്യമേ തന്നെ എല്ലാം പ്ലാൻ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അവർക്കധികം ബുദ്ധിമുട്ട് വരില്ല. അല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത സ്റ്റേജിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ശരിക്കും പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കുറേ കാര്യത്തിൽ നിങ്ങൾ ഫണ്ട് ചിലവാക്കേണ്ടി വരും. ഇനി ഇവിടെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ അദ്ദേഹത്തിൻ്റെ പണി പൂർത്തിയാക്കി. അതായത് സ്ട്രക്ചർ ഡിസൈൻ ചെയ്തു, അതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു, തേപ്പ് വരെ എത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ലൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ് നിങ്ങൾക്ക് ആവശ്യം. ഒരു പക്ഷേ നിങ്ങളുടെ ഈ ബിൽഡിങ് പ്ലാൻ ചെയ്ത ആർക്കിടെക്റ്റോ എഞ്ചിനീയർക്കോ ഇൻറ്റീരിയർ ടീം ഉണ്ടാവാം, ഡിസൈനിങ് ടീം ഉണ്ടാവാം. അപ്പം അടുത്ത നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ ടീമില്ലെങ്കിൽ അടുത്ത തീർച്ചയായിട്ടും നല്ലൊരു ഇൻറ്റീരിയർ ഡിസൈനറെ കണ്ടെത്തുക. അപ്പോൾ ആ ഇന്ത്യൻ ഡിസൈനർ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ഇനി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ പറയുന്ന പോലെ ഓരോ കാര്യങ്ങളും, അതായത് ഇപ്പോൾ നിങ്ങളുടെ വീട് ഡിസൈൻ ചെയ്തിട്ട് എൻ്റെ കംപ്ലീറ്റ് 3D വ്യൂ അവർ തരും. നല്ലൊരു ഇന്ത്യൻ ഡിസൈനറെ സമീപിക്കുക. അദ്ദേഹം ഈ പറയുന്ന കളർ കോമ്പിനേഷൻസ്, അതുകൂടാണ്ട് സ്പേസിങ് ഓഫ് ഈച്ച് ക്യാബിനറ്റ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കിച്ചണിൻ്റെ ഫർണിച്ചറിൻ്റെ വോള്യൂംസ് ആണെങ്കിൽ അതിൻ്റെ ഓരോന്നിൻ്റെയും കറക്റ്റായിട്ട് നിങ്ങളുടെ അവൈലബിൾ സ്പേസിൽ നിങ്ങളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് അവരത് ഡിസൈൻ ചെയ്തു തരും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുള്ളാണ്. കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരൊരാളുടെ ഹെൽപ്പ് നിങ്ങൾ തേടുക. അതിനുശേഷം എന്താ പറയുക, പിന്നീട് അവർ നിങ്ങൾക്കൊരു നല്ലൊരു ഡിസൈൻ തരും, 3D വ്യൂ ഉണ്ടാക്കി തരും, ഇന്നുള്ളത് പറഞ്ഞു തരും. അതിന് ഓരോന്നിൻ്റെ ഓരോ കോസ്റ്റ് അവിടെ നിങ്ങൾ ഓരോന്നിൻ്റെ കോസ്റ്റ് എടുക്കുക. അതിനുശേഷം മുന്നോട്ട് പോവുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, അതുപോലെ ഫേസ്ബുക്കും ഫോളോ ചെയ്യുക. താങ്ക്